പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നാളെ ബറാഅത്ത് രാവാണ്. അപ്പോൾ ബറാഅത്തിന് സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കിണ്ണത്തപ്പം അല്ലെങ്കിൽ ചക്കരച്ചോറ് ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കണ്ണൂർ സ്പെഷ്യലായിട്ട് ബറാഅത്തിന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാളെ ബറാഅത്താണ്. അപ്പോൾ എല്ലാവരും നാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇതിനു മുമ്പ് ചക്കരച്ചോറിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 3 തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്ത് വെക്കുന്നത്. പിന്നെ കൂടെ തന്നെ 200 ഗ്രാം കടലപ്പരിപ്പ് ഒന്ന് പ്രഷർ കുക്കറിലിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കിലോ പച്ചരി അരച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചതിന് ശേഷം ഒരു ഉരുളിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 കിലോഗ്രാം വെല്ലം ഉരുക്കിയിട്ട് ആ ഒരു പച്ചരി അരച്ചതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 2 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഇതുപോലെ നല്ല ലൂസിലാക്കിയതിന് ശേഷം ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് അടിയിൽ കത്തിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓട്ടുരുളിയിലാണ് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് പെട്ടെന്നൊന്നും ആവില്ല കേട്ടോ. അതുകൊണ്ടാണ് വിറകടുപ്പിൽ തന്നെ നമ്മൾ വെക്കുന്നത്. ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോവേ. അപ്പോൾ നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കിയിട്ടാണ് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏകദേശം ഇതൊന്ന് തിളച്ച് ഒരു അരമണിക്കൂർ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ തിക്കായിട്ട് വരും. ആ ഒരു പച്ചരിയും ശർക്കരപ്പാനിയും ഒക്കെ നന്നായിട്ട് കുറുകിയിട്ട് ഇതുപോലെ ആയി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലോട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം 3 വലിയ തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് 1-ാം പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കടലപ്പരിപ്പില്ലേ, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇടുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓണാക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് തിക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൈയെടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓരോരുത്തരായിട്ട് മാറി മാറിയിട്ടാണ് ഇത് ഇളക്കിയെടുക്കുന്നത്. ഒരാൾക്ക് തന്നെ 1.5 മണിക്കൂർ ഇളക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇടയ്ക്കിടെ നമ്മൾ ഓരോരുത്തർ മാറി മാറിയിട്ടാണ് ഇളക്കിയെടുക്കുന്നത്. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തിക്കായി വരുന്ന സമയത്താണ് ഗീ ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യമൊക്കെ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കത്തിച്ച് കൊടുക്കണം. അതിനുശേഷം ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് അടിയിൽ നിന്ന് തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോവും. ഇതുപോലെ ഓട്ടുരുളിയിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇളക്കാനും ഉണ്ടാക്കിയെടുക്കാനൊക്കെ നല്ല എളുപ്പം. ഇതുപോലെ ഓട്ടിൻ്റെ പാത്രമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കുമല്ലോ, അതുകൊണ്ടാണ്. മുമ്പൊക്കെ ശർക്കര ചോറും ചക്കരച്ചോറ് ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ശർക്കരച്ചോറ് നമ്മൾ കണ്ണൂരുകാർ ചക്കരച്ചോറ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പ്രഷർ കുക്കറിലൊക്കെ ചക്കരച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉരുളിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കടലപ്പരിപ്പിന് പകരമായിട്ട് നേന്ത്രപ്പഴവും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ചിലരൊക്കെ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കലുണ്ട്. പിന്നെ ചിലർ കടലപ്പരിപ്പും അതുപോലെ പഴവും കൂടി രണ്ടും കൂടി ഒപ്പരവും ഇട്ട് വെക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ പഴമൊന്നും ചേർത്തിട്ടില്ല, കടലപ്പരിപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തത്.
ഇനി വീണ്ടും ഇതുപോലെ ഒരു 10-20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോഴേക്കും ഇതുപോലെ വീണ്ടും കുറുകി വരുവേ. ആ സമയത്ത് കുറച്ച് തേങ്ങ കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഗീയിലൊന്ന് മൂപ്പിച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ ഇതാണ് ചേർത്ത് കൊടുത്തത്. ഇതിന് മുമ്പായിട്ട് നമ്മൾ ഉപ്പും മധുരവും ഒക്കെ പാകത്തിനുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടേനു. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ഇതുപോലുള്ള പാത്രത്തിലാക്കിയിട്ട് കോരി വെക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്യേണ്ട പാകത്തിന് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ കോരി വെച്ചതിന് ശേഷം ഒരു സ്പൂണിൽ ഗീ ആക്കിയിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് തണുത്തതിന് ശേഷം കട്ട് ചെയ്യുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ തണുത്തിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു പ്ലേറ്റിലോട്ട് നമ്മളൊന്ന് കമിഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ബറാത്ത് സ്പെഷ്യൽ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നാളെ ബറാത്താണ്. എല്ലാവരും നാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. പലർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. കണ്ണൂരുകാരൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോകരുത്. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. അപ്പോൾ നമ്മുടെ നാളത്തെ ബറാത്ത് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്